ഈ ഉപനിഷത്തിലെ ശൗനകനും ശ്രീമദ് ഭാഗവതത്തിലെ ശൗനകനും ഒരേ ആൾ ആണോ? അല്ല എന്നാണ് തോന്നുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം മഹാത്മാക്കളുടെ പേരുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ശൗനകൻ എന്ന് പേരുള്ള എത്ര മഹർഷിമാരുണ്ടോ ആർക്കറിയാം. മഹാഭാരതത്തിൽ ശൗനകനുണ്ട്, രാമായണത്തിൽ ശൗനകനുണ്ട്, ഉപനിഷത്തുക്കളിൽ ശൗനകനുണ്ട്, ബൃഹദാരണ്യകത്തിലുണ്ട്, ഛാന്തോഗ്യത്തിലുണ്ട്, വേദത്തിലുണ്ട്, പുരാണങ്ങളിൽ ഏറെ പുരാണങ്ങളിലും ശൗനകനുണ്ട്, ഏറെ പുരാണങ്ങളിൽ. അപ്പം ഇതൊക്കെ ഒരാളാണെന്ന് വിശ്വസിക്കുക വയ്യ. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ശൗനകന്മാരുണ്ട്, വ്യത്യസ്ത ശൗനകന്മാരുണ്ട്. അത്യത്ഭുതകരമായൊരു ഗ്രന്ഥമുണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. ഋഗ്വേദീയ പ്രാതിശാഖ്യം. എല്ലാ വേദങ്ങൾക്കും പ്രാതിശാഖ്യങ്ങളുണ്ട്. യജുർവേദത്തിനുണ്ട്, സാമത്തിനുണ്ട്, അഥർവത്തിനുണ്ട്, ഒക്കെ തരുന്നുണ്ട്. ഈ ഋഗ്വേദീയ പ്രാതിശാഖ്യം എന്താ അത്ര അത്ഭുതം എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അത് ശ്ലോകങ്ങളാണ്. നല്ല മനോഹരങ്ങളായ ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്ന ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങളെ മുറിച്ചാലോ സൂത്രങ്ങളാണ്, സൂത്രങ്ങളെ ചേർത്ത് വെച്ചാലോ ശ്ലോകങ്ങളാണ്. എന്തൊരു അത്ഭുതം, മഹാത്ഭുതം. സൂത്രമുണ്ട്, ഗദ്യമുണ്ട്, പദ്യമുണ്ട്. പക്ഷേ സൂത്രം ചേർത്ത് വെച്ചാൽ പദ്യാവുക. എന്തൊരു അത്ഭുത, മഹാത്ഭുതമാണ്. ചെറിയൊരു വിഷയമല്ല. ആ ഋഗ്വേദീയ പ്രാതിശാഖ്യം എഴുതിയിട്ടുള്ളതൊരു ശൗനക മഹർഷിയാണ്. ഇനി പുരാണങ്ങളുടെ ആഖ്യാനത്തിന് കാരണമായ ഋഷിമാരുടെ സംഘത്തിൻ്റെ തലവനും ശൗനകനായിരുന്നു. ശൗനകാദി മഹർഷിമാർ സഹസ്ര സംവത്സരം നീണ്ടു നിൽക്കുന്ന സത്രം ദീക്ഷിക്കുന്നിടത്താണ് രൗമഹർഷണി വരുന്നത്. രോമഹർഷണ പുത്രനായ സൂതൻ. ആ സൂതനെയാണ് അവർ സ്വീകരിച്ച് ബഹുമാനിച്ച് ഇരുത്തി, അഗ്രാസനം കൊടുത്തിരുത്തി. സൂതദൂത മഹാഭാഗ സർവ വേദവിദാംബര എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഉച്ചാസനം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതയാളുടെ പേര് രൗമഹർഷണി. രോമഹർഷണ പുത്രനായ ഉഗ്രശ്രവസ്. നീ കുതിരയെ തെളിച്ച് വന്നാണല്ലോ, കുതിരക്കാരാ മാറിയിരിക്കേ, ഞങ്ങളൊക്കെ വലിയ സവർണരാണ്, ബ്രാഹ്മണരാണ് എന്നാണോ പറഞ്ഞത്? അല്ല, ബഹുമാനിച്ച് അറിവിനെ പൂജിച്ച് ഉയർന്ന ആസനം കൊടുത്തിരുത്തി എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് നമ്മുടെ വൈദിക സംസ്കൃതി, ഭാരതീയ സംസ്കൃതി. അപ്പം ഇതൊക്കെ പല ശൗനകന്മാരാ. ഒരു ശൗനകനാണെന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല. മഹാത്മാക്കളുടെ പേര് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും, ദേവതകളുടെ പേര് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും, ഇല്ലേ? അതെ. ഏതുവരെ ഇട്ടുകൊണ്ടിരിക്കും? ഏതെങ്കിലും ഒരാൾ ആ പേരിനെ ദുഷിപ്പിക്കുന്നവരെ. ദുഷിപ്പിച്ചാൽ പിന്നെ നമ്മൾ ഇടാൻ കുറച്ചൊന്നും മടിക്കും, ഇല്ലേ? ഇല്ല. അപ്പം നല്ലൊരു പേര് ഞാൻ പറഞ്ഞുതരാം. നല്ല പേരാണ്. നിങ്ങൾ ആരെങ്കിലും കുട്ടിയൊക്കെ ഇടുമെന്ന് പറഞ്ഞു തരണം. രാവണൻ. നല്ല പേരല്ലേ? രാവണൻ നല്ല പേരാണ്, ലക്ഷണയുക്തമായ പേരാണ്. മഹർഷിമാരിട്ട പേരാണ്. മഹർഷിമാരാ രാവണന് പേരിട്ടത്, തോന്നിയണമൊന്നുമല്ല. നല്ല ശബ്ദത്തോടു കൂടിയവൻ, നല്ല ഘനഗംഭീരമായ ശബ്ദത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞാൽ നല്ല പേരല്ലേ?
പക്ഷെ നമ്മൾ കുട്ടിയൊക്കെ ഇടുക. എന്താ കാരണം? ഒരു രാവണൻ ആ പേരിനെ കളങ്കപ്പെടുത്തി. അതിന് ശേഷം പിന്നെ നമ്മൾ ഇടില്ല. ഇപ്പം എന്നിട്ട് ചിലർക്ക് രാവണൻ ഇടണമെന്ന് വലിയ നിർബന്ധമായിട്ട് രാവണ പ്രഭു എന്നൊക്കെ ഇടും. അത് നല്ലതാണ്. കാരണം രാവണ പ്രഭു എന്ന് പറഞ്ഞാൽ രാമനാ. രാവണനെ നിയന്ത്രിച്ചത്, രാവണനെ കീഴ്പ്പെടുത്തിയതാരാ? രാമൻ. അപ്പോൾ രാവണ പ്രഭു ആരാ? അതിടും. അത് ഉദാഹരണം. അപ്പോൾ വീരഭദ്രസ്വാമിയുടെ പേരല്ലേ വീരപ്പൻ. വീരപ്പൻ നമ്മൾ ഇടുവോ? ഒന്നും മടിക്കില്ലേ. പക്ഷെ വീരപ്പന് ഇഷ്ടം പോലെ ആൾക്കാർക്ക് പേരിടും. ആ വീരപ്പൻ ആ പേരിനെ ദുഷിപ്പിക്കുന്നത് വരെ. അങ്ങനെയാണ്. ചാർലി തോമസ് എന്ന് പേരിടുമ്പോൾ ഒന്നും ആലോചിക്കും ഇല്ലേ? അതെ, ദുഷിപ്പിച്ചുകൊണ്ട്. അല്ല, അത് ദുഷിച്ചിട്ടില്ല അല്ലേ? ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്താ ചെയ്യാം? വേണ്ട, മനസ്സിലാവണ്ട. അത്രയൊക്കെ മനസ്സിലായാൽ മതി. അതെ, ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് തീവണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്താക്കി. ഗോവിന്ദസ്വാമി, അത് ശരി, അത് കൊള്ളാം. ഒരു നല്ല കാര്യം പറഞ്ഞാൽ, നല്ലൊരു സംഗതി പറഞ്ഞാൽ അബുവിൻ്റെ ബാപ്പ നല്ലത് ചെയ്തു. കൊലപാതകം ബലാത്സംഗം പറഞ്ഞ അച്ഛൻ, അബുവിൻ്റെ അച്ഛൻ ചെയ്തു. അതെങ്ങനെയാടാ? ചാർലി മതം മാറി ഗോവിന്ദസ്വാമിയായി. അല്ല, ഗോവിന്ദസ്വാമി മതം മാറി ചാർലി തോമസായി. എങ്കിൽ കുറ്റകൃത്യം ചെയ്തപ്പോൾ അവൻ ചാർലിയാണോ ഗോവിന്ദസ്വാമിയാണോ? ചാർലിയാണ്, ഗോവിന്ദസ്വാമി അല്ല. പക്ഷെ അവൻ്റെ പേര് പഴയ പേര്. ഇവൻ വല്ല നല്ല കാര്യം ചെയ്തതായിരുന്നെങ്കിലോ ഉടനെ മറ്റേ പേരാ ഉപയോഗിക്കുക. ഇത് കൊള്ളാമോ? കെട്ടതൊക്കെ ഹിന്ദുവിനിരിക്കട്ടെ, കെട്ടതല്ല ഹിന്ദുവിന്. അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, അറിയേണ്ടവരറിയാം. ഇതൊന്നും അറിയാൻ നമുക്കൊട്ട് താല്പര്യമില്ലല്ലോ. നമ്മൾ വലിയ വേദാന്തികളല്ലേ. ശരി.